പുനലാണ് നമ്മുടെ ഹോം സ്റ്റേയില് മുകളിൽ വന്നു കഴിഞ്ഞിട്ട് നല്ല വ്യൂ. എന്താ ദൈവം ഉണ്ടോ, മുമ്പ് നല്ല ക്ലീൻ ഇതായിട്ടിരുന്ന ഇപ്പൊ മുഴുവനും മഞ്ഞായി കേട്ടോ. നമ്മൾ ആ മുകളിൽ നിൽക്കുവാണ്, മുകളിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് കാണുന്നത്. തണുത്ത് വിറച്ച് ഇരിക്കുക, തണുപ്പ് വലിയതില്ല ഇവിടെ. നമ്മൾ അവിടുന്ന് വന്നത് വലിയ തണുപ്പില്ല. തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒന്നും കാണാനില്ല. അവിടുന്ന് ഇങ്ങനെ നമ്മൾ കയറി വന്നു ആ വഴിക്കൂടെ, പക്ഷെ ഒന്നും കാണാനില്ല. അപ്പൊ നമ്മള് കർസിയങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് വെക്ക്. കർഷകമായി ഇതൊരു വ്യൂ പോയിന്റ് ഉണ്ട്, കഞ്ചൻജംഗ മലനിരകൾ കാണാം. അതിവിടെ അല്ല, കർഷകങ്ങളത് ഇത്തിരി പോണം അങ്ങോട്ട്. പെട്ടെന്ന് 4864 അടി പൊക്കത്തിലാണ് കർസിയോങ് മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ലൈറ്റ് ഉള്ളതുകൊണ്ട് ഒരു കുട്ടി ട്രെയിൻ പോകുന്ന കണ്ടോ. ഈ ട്രെയിൻ ഓടുന്നത് വെറും 2 അടി മാത്രം വീതിയുള്ള നാരോ ഗേജ് ആണ്. ആ ട്രാക്കിലൂടെയാണ് പോകുന്നത്. ഇവിടെയുള്ള വണ്ടി നോക്കിയാൽ മതി, മൊത്തമാര് പണി വെച്ചേക്കുന്നത്. ഇതിലേ കയറി പോയി കഴിഞ്ഞാൽ ഒരു കാടിലെത്തും. ഭയങ്കര നമുക്ക് പേടിയാവും. ഉച്ചക്ക് പോയാലും ഭയങ്കര ഇതായിരിക്കും. ടൂറിസ്റ്റ് അല്ലാണ്ട് വേറെ വരുമാന മാർഗമൊന്നും ഇല്ലാന്നല്ലേ? ഫയർ ഫയർ സ്റ്റേഷൻ.
ബസ് സ്റ്റാൻഡ് ജീപ്പാ കിടക്കുന്നത് ബസ് ടെർമിനലിൽ നിന്ന് വരും. അവിടെ സാധനം കിട്ടും. സാധനം ഇപ്പൊ വീട്ടിൽ ഇവിടെ കഴുകൽ ഉണ്ടാവുമല്ലോ. ഇവിടെ ഉണ്ട്. ഇവിടെ കണ്ട് കള്ളുകട ഉണ്ട്. അന്വേഷിച്ച് മൊത്തം ബ്ലോക്ക് ആവുന്നത്. അതുകൊണ്ട് ഇവിടെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട്. ചെറിയ ചെറിയ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെയുണ്ട്. നമ്മുടെ ഹോം സ്റ്റേക്ക് അടുത്തുള്ള കാഴ്ചയാണിത്. നമ്മുടെ ഹോം സ്റ്റേയില് മുകളിൽ വന്നു കഴിഞ്ഞിട്ട് നല്ല വ്യൂ ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മള് ഹോം സ്റ്റേയിൽ വന്ന് ഊഞ്ഞാലാടുന്നുണ്ടോ നമ്മുടെ സുഹൃത്ത്. അടിപൊളി. ആ ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം വെള്ളച്ചാട്ടമാണ്. ഞങ്ങൾ അതിന്റെ അടുത്തൊരു ഹോം സ്റ്റേയിലാണ് നിൽക്കുന്നത്. ഇതുണ്ടോ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ ഇതാണ് മുകളിൽ നിന്ന് വരുന്നത്. ആ അത് അവിടെയൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ മുമ്പ് കാണിച്ചതാ, വീഡിയോ എടുത്തതാ ഞാൻ അവിടെ പോയിട്ട്. എന്റെ ദൈവം ഉണ്ടോ മുമ്പ് നല്ല ക്ലീൻ ഇതായിട്ടിരുന്ന ഇപ്പൊ മുഴുവനും മഞ്ഞായി കേട്ടോ. നമ്മൾ ആ മുകളിൽ നിൽക്കുവാണ്. മുകളിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് കാണുന്നത്. ഇതുണ്ടോ ഇതുണ്ടോ നമ്മുടെ കൂട്ടുകാരൊക്കെ വളരെ തണുത്ത് വിറച്ച് തണുപ്പ് വലിയ ഇല്ല ഇവിടെ. നമ്മൾ അവിടെ നിന്ന് വന്നത് വലിയ തണുപ്പില്ല. തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ മഞ്ഞുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ വലിയ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. വേണ്ട പുള്ളിക്കാരനൊക്കെ അതേണ്ട എന്റെ മുണ്ടും ഒക്കെ ഇട്ടിരിക്കുക. അതായത് പുള്ളി ഡ്രസ്സൊന്നും എടുക്കാതെ ഇങ്ങോട്ട് വന്നതാ. അത് കാരണം പ്ലാനിങ് ഇല്ലായിരുന്നു. അല്ല നിങ്ങൾക്ക് ഇല്ലായിരുന്നു. ആ എനിക്കുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ മുഖേന ഇവിടെ നിന്നു. നമ്മളിവിടെ സ്റ്റേ ചെയ്തു. അല്ലെങ്കിൽ തിരിച്ചു പോകണ്ട. നിങ്ങൾ BSF, നിങ്ങൾ മിലിറ്ററി വലിയ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുന്ന ആളാ. ഞങ്ങള് ഇന്ത്യയെ കാക്കുന്ന ആൾക്കാരാ നിങ്ങള്. പുള്ളി ഡോക്ടർ, അനീഷ് ഡീസലിലെ ഡോക്ടറാ. ആ പറ. നിങ്ങളേതാ? BSF ആണോ? ഏതാണ് നിങ്ങള്? CRP. അതോ അങ്ങനാണ് കഥകള്. ഞങ്ങളിവിടെ വന്നു. ഇന്ന് തന്നെ തിരിച്ചു പോകാനായിട്ട് വന്ന. പക്ഷെ ഇവിടെ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ റൂം എടുത്ത് വെളുപ്പിനെ പോകാനായിട്ടുള്ള പരിപാടിയിലാണ്.